ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് ഭരണഘടനാ സാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സർവകലാശാലകളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ വരെ ഊർജിതമായി നടപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടേത് സമ്പന്നമായ വിദ്യാഭ്യാസ പൈതൃകമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. യൂറോപ്പിലെ സർവകലാശാലകൾ നിലവിൽ വരുന്നതിന് വളരെ മുൻപ് തന്നെ ഇന്ത്യ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. JNUവിന്റെ ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥകൾ എന്ന വിഷയത്തിലുള്ള 1ാം വാർഷിക അക്കാദമിക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രാചീന സർവകലാശാലകൾ അറിവിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഈ രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ശ്രീ മോദി ആശയവിനിമയം നടത്തി. റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുത്തു. 5 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ വിജയമായിരുന്നുവെന്ന് BJP. ഭീകരവാദത്തിനെതിരെയുള്ള ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ഇന്ത്യയുടെ നിലപാടിനുള്ള ആഗോള അംഗീകാരമാണെന്ന് പാർട്ടി വക്താവ് സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഘാന, നമീബിയ എന്നീ രാജ്യങ്ങളുമായി അപൂർവ ധാതുക്കൾ സംബന്ധിച്ച കരാറിൽ എത്തിച്ചേരാനായി. ക്വാഡ്, ബ്രിക്സ് എന്നീ 2 കൂട്ടായ്മകളിലും അംഗത്വമുള്ള ഒരേയൊരു രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ സർവകലാശാലകളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ഘടനയിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നർമ്മദയിലെ കെവാഡിയയിൽ കേന്ദ്ര സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. अगर हम पिछले 10 साल की 11 साल की समीक्षा करते हैं, 2014-15 की बेसलाइन डाटा से आज हम लोगों की 30% इंक्रीज हुई है उच्च शिक्षा की पार्टिसिपेशन. उसमें से महिलाओं की सबसे ज्यादा हुई है 38%. हमारी PhD स्कॉलर्स की संख्या बढ़ी है. हमारी शेड्यूल्ड ट्राइब स्टूडेंट्स की 14 की तुलना में अभी 10% ग्रोथ हुई है. SCs की शेड्यूल्ड कास्ट की हमारी 8% ग्रोथ हुई है. രാജ്യത്തെ സൗരോർജ്ജ ഉൽപാദന ശേഷിയിൽ സമീപ വർഷങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഊർജ്ജ സംഭരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച കാർബൺ ബഹിർഗമനം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ആദ്യ G20 രാജ്യമാകും ഇന്ത്യയെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തീവ്ര പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ അനുമതി. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് ഭരണഘടനാ സാധ്യതയുണ്ടെന്ന് കേസ് പരിഗണിക്കവെ ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയ, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ നടപടിക്കായി തെരഞ്ഞെടുത്ത സമയം സംബന്ധിച്ച് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു. അവശ്യരേഖകളുടെ കൂട്ടത്തിൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID കാർഡ് തുടങ്ങിയവയും പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, കേരളം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 1066 കോടിയിലധികം രൂപയുടെ ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഈ സംസ്ഥാനങ്ങളെ സാരമായി ബാധിച്ചെന്ന വിലയിരുത്തലിലാണ് തുക അനുവദിച്ചത്. സഹായമായി കേരളത്തിന് 153 കോടി 20 ലക്ഷം രൂപ ലഭിക്കും. ദുരന്തബാധിത സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും.
പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം BJP സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലും കേന്ദ്രമന്ത്രി ദർശനം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുകൾ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ 29 അഭിനേതാക്കൾക്കെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിജയ് ദേവരകൊണ്ട, റാണ ദഗുപതി, പ്രകാശ് രാജ്, നിധി അഗർവാൾ, പ്രണിത സുഭാഷ് തുടങ്ങിയവർ കേസെടുത്തവരിൽ ഉൾപ്പെടുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ജനകേന്ദ്രീകൃതമായ സേവനങ്ങളുടെയും അനുഭവങ്ങളുടെയും ഇടങ്ങളായി പോസ്റ്റ് ഓഫീസുകളെ പുനർവിഭാവനം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഗ്രാമീൺ ടാക്സ് സേവക്മാരുടെ സമ്മേളനത്തെ ബംഗളൂരുവിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണപരമായ മാറ്റങ്ങളുടെ മുൻനിര പ്രവർത്തകരാകാൻ തപാൽ വകുപ്പ് അംഗങ്ങളോട് ശ്രീ സിന്ധ്യ ആവശ്യപ്പെട്ടു. There is no other distribution channel, not in India. There is no other distribution channel in the world that is as wide and as deep as India Post. I want our post offices to become the window to the world for the common man. Anything and everything that a citizen in our country needs, requires, wants, must be in our post offices. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര, കിഴക്കമ്പുറത്ത് കേന്ദ്ര സംഘം പരിശോധന നടത്തി. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. സെപ്റ്റംബർ മാസം വരെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 499 പേർ ഉള്ളതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കീം പരീക്ഷാഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി തള്ളിയ കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഇന്നലെ ഫലം റദ്ദാക്കിയത്. കീം സംബന്ധിച്ച കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അഡ്മിഷൻ സംബന്ധിച്ച AICTE സമയക്രമം പാലിക്കേണ്ടതിനാൽ അപ്പീലിനില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വൈകാതെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യും. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള ത്രികക്ഷി കരാറിന് അംഗീകാരം നൽകാനും തീരുമാനിച്ചു. കേരള സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എടുത്തിട്ടുണ്ട്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ 3ാം ടെസ്റ്റാണിത്. ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റ് മാർഗങ്ങളിലൂടെയോ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കാട്ടുപന്നികൾ മൂലം അപകടങ്ങളും കൃഷിനാശവും സംഭവിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ബ്രസീൽ, ശ്രീലങ്ക, അൾജീരിയ, ഇറാഖ്, ലിബിയ, ഫിലിപ്പീൻസ്, മോൾഡോവ, ബ്രൂണൈ എന്നീ 8 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ ഈ താരിഫുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചു. പുതുക്കിയ താരിഫ് പ്രകാരം ബ്രസീൽ 50% തീരുവ നൽകേണ്ടിവരും. ദക്ഷിണ കൊറിയയിൽ മുൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ വീണ്ടും അറസ്റ്റിലായി. രാജ്യത്ത് പട്ടാള ഭരണം ഏർപ്പെടുത്താൻ കഴിഞ്ഞ വർഷം യൂൻ സുക് യോൾ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് ഭരണഘടനാ സാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സർവകലാശാലകളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ വരെ ഊർജിതമായി നടപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു.
ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.